ഹലോ ഗൈസ്, ടു ആൻഡ് വ്ളോഗ് ഡേ 3 ആണ് ആൻഡ് അവർ ലാസ്റ്റ് ഡേ. നാളെ ഞങ്ങൾ പോകും. ഞങ്ങൾ നേരത്തേക്ക് എണീറ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തേക്ക് നോക്കിന്ന് ഞാൻ ഈ വ്യൂ ഒക്കെ ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് നേരം ബാൽക്കണിയിലെ വ്യൂ പോയി നോക്കി കുറച്ച് നേരം ഇരുന്നു. പിന്നെ അടിപൊളി ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ കന്യാകുമാരിയാണ്. ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. സോ ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. തൊട്ടടുത്ത് കിഴക്കുറ്റം ഇവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് എല്ലാ ലഞ്ചും ഡിന്നറൊക്കെ കിട്ടും. നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ കുറച്ച് തിരക്കുണ്ടാവല്. നല്ല അടിപൊളി ഇൻറ്റീരിയർ ചെയ്ത റെസ്റ്റോറൻ്റ് ആണ്. നല്ല കോസി ടൈപ്പ്. ഞാൻ നെയ്റോസ്റ്റാണ്, അവർ 3 പേര് പറഞ്ഞത് ദോശയാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ വീണ്ടും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3.5 hour ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയത് പത്മനാഭൻ പാലസിൽ, അങ്ങോട്ടാണ് ആദ്യം പോയത്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മൺചിത്രത്താഴിൻ്റെ ചില പാർട്ട് ഇവിടെ ഷൂട്ട് ചെയ്തത്, ബാക്കി പാർട്ട് തൃപ്പൂണിത്തറ ഹിൽ പാലസിലാണ് ഷൂട്ട് ചെയ്തത്. പുറത്ത് വെയിലുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്ര വെയിൽ തോന്നിയില്ല. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ വീട്, പഴയ ആൾക്കാരുടെയൊക്കെ വീടുകൾ, ഹിസ്റ്റോറിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിൽ അറിയുന്നുണ്ട്. ഇതൊരു രാജകുമാരുടെ റൂമാണ് കേട്ടോ. ഒരു ഗൈഡ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഓരോ സെക്ഷനിലും. ഞങ്ങൾക്ക് അങ്ങനെ ഫുള്ളൊന്നും കേൾക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ഓരോന്നിങ്ങനെ നടക്കുമ്പോൾ ഓരോന്ന് പറയണത് ഇങ്ങനെ കേൾക്കുന്നുള്ളൂ. പുറത്ത് നല്ല വെയിലാണെങ്കിൽ ഉള്ളിൽ നല്ല തണുപ്പാണ്. പൊതുവെ പാലസ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചില ഭാഗങ്ങൾ നമ്മൾ മൺചിത്രത്താഴ് ഫിലിമിലുണ്ട്. ഈ ഭാഗം സ്പെഷ്യലി ഈ ഭാഗങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കുളമൊക്കെ ഉണ്ട്. അതും ഈ ഒരു മ്യൂസിയത്തിൻ്റെ പാർട്ട് തന്നെയാണ് കേട്ടോ, പാലസിൻ്റെ പാർട്ട് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത സെക്ഷനിൽ പോയി ഇത് കണ്ടാറ് പഴയ സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത്. ഇത് ശോഭന ലാസ്റ്റ് ഡാൻസ് കളിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയ കരിക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി കന്യാകുമാരിയിലേക്ക്. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് എണീറ്റത്. കന്യാകുമാരി എത്തിയത് ഞങ്ങൾ അവിടെ നിന്ന് വെജ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കന്യാകുമാരി എൻഡ് പോയിന്റിലെത്തി. പോണ വഴിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല റഷായിരുന്നു, നല്ല വെയിലുമായിരുന്നു. കാറ്റുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അധികം ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ എടുത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അറ്റത്ത് വന്നപ്പോൾ നല്ലൊരു തണുപ്പ് കാറ്റുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. മെയിൻ ഉദ്ദേശം ബോട്ടിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് നല്ല കാറ്റാണ്. ഒരു ബോട്ടിൽ നിർത്തി വെച്ചു, സമ്മതിച്ചില്ല കയറാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പിന്നെ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ തിരുപ്പരപ്പ് വാട്ടർഫോൾസ് ഉണ്ട്. നല്ല വാട്ടർഫോൾസാണ്. വലിയ ഒഴുക്കൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. വലിയ അടിയിലേക്ക് വലിയ വെള്ളവും കുളവും പോലെ ഒന്നുമില്ല. എല്ലാവർക്കും കുളിക്കാൻ പറ്റിയൊരു വാട്ടർഫോൾസാണ്. ഞങ്ങളൊന്നും നനച്ചില്ല. ഞങ്ങൾ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൈങ്കിളി ഫിലിമിന്. സോ ഇറങ്ങിയതും ഞങ്ങൾ ദോശ കഴിച്ചു, നേരെ ഫിലിമിന് കയറി. ഫിലിം കുഴപ്പമുണ്ടായില്ല, കോമഡിയൊക്കെ ഉണ്ട്. എന്നാൽ ഇത്തിരിയൊക്കെ ഓവറായിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ല, കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങിയ ഫ്ലാറ്റിലേക്ക് പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്.